നമ്മുടെ പല കലാകാരന്മാരെയും പൊതുസമൂഹം അംഗീകരിക്കാത്തതിന്റെ പ്രധാന കാരണം കപട വേഷധാരികളായ പല കലാകാരന്മാരും വാക്ക് നെറിയുള്ളവരല്ല എന്നതാണ്. ഈയിടെ കൊല്ലം ഋഷികേശ് ആർട്ട് ഗാലറിയുടെ ഒരു പ്രധാന പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇപ്രകാരമുള്ള ഒരു കലാകാരനെ ഞാൻ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം തിരികെ എന്നെ വിളിച്ച് വരാമെന്ന് ഉറപ്പു പറയുകയും ചെയ്തു. അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പേരും ഒക്കെ വെച്ച് ബ്രോഷറുകളും ബോർഡുകളും ബാനറുകളും മറ്റും ഞാൻ പ്രിന്റ് ചെയ്യുകയുണ്ടായി. ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പ്രൂഫ് കിട്ടിയ സമയം മുതൽ ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പരിപാടിക്ക് 2 ദിവസമുള്ളപ്പോൾ നിരന്തരം വിളിച്ചിട്ടും അദ്ദേഹത്തെ കിട്ടാതാകുകയും ഒരു ദിവസം രാത്രി ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തു. എനിക്ക് ശാരീരികമായി സുഖമില്ല, അതുകൊണ്ട് വരാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, മനുഷ്യന്റെ കാര്യമല്ലേ, ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ പ്രസ്തുത പരിപാടി നടക്കുന്ന ദിവസം തന്നെ ഈ കലാകാരൻ മറ്റു ചില പരിപാടിയിൽ പങ്കെടുക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുകയുണ്ടായി. ഒരുപക്ഷെ അദ്ദേഹം വരാതിരുന്നത് നന്നായി എന്ന് എനിക്ക് തോന്നി. കാരണം വാക്കുറപ്പുള്ള, വാക്കിന് വില കൽപ്പിക്കുന്ന, സാമൂഹ്യ ബോധമുള്ള വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഋഷികേശ് ആർട്ട് ഗാലറിയുടെ പരിപാടി വളരെ ഭംഗിയായി നടത്താൻ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ പൊതുസമൂഹം ഈ കപട കലാകാരന്മാരെ അംഗീകരിക്കാത്തത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥമായി ആത്മാർത്ഥമായി സാമൂഹ്യ സേവനം ചെയ്യുന്ന കലാകാരന്മാരെയും സമൂഹം തിരസ്കരിക്കപ്പെടുന്നു. ഇത് സമൂഹം തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. കലയെ ഒരു സാമൂഹ്യ സേവനമായി കാണുന്ന, പ്രതിഫലേച്ഛയില്ലാതെ കലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എനിക്ക് ബാനർ അടിച്ചതിൻ്റെ പേരിലും ബോർഡുകൾ പ്രിന്റ് ചെയ്തതിൻ്റെ പേരിലും ബ്രോഷർ ചെയ്തതിൻ്റെ പേരിലും ഉണ്ടായ ഭീമമായ നഷ്ടം സ്വാഹ.